പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചോദ്യം മാറ്റേണ്ട സമയമാണ്. കാര്യം വെട്ടിലാക്കി എന്നുള്ളതാണല്ലോ KPCCയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് KPCC ആ രാജി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സുജയ, ഇപ്പോൾ പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. ചോദ്യം ഒന്ന് മാറ്റിയാൽ പാലോട് രവി രാജിവെക്കേണ്ടതായിരുന്നോ എന്നൊരു ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. വെട്ടിലാക്കിയോ അല്ല, നമ്മൾ തുടങ്ങുന്ന സമയത്ത് രാജിവെച്ചിട്ടില്ല. അപ്പോൾ വെക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ പാർട്ടി വെട്ടിലാക്കി പാലോട് രവിയെ. പാലോട് രവി രാജിക്കത്ത് എഴുതി അത് സ്വീകരിക്കുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പം വെട്ടിലാക്കിയോ ശരിക്കും? പിന്നെ വെട്ടിലാക്കിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ വെട്ടിയത്. പാലോട് രവിയുടെ പേര് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെട്ടുന്നതിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA യോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ പരിപാടിയിലായിരുന്നു, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നൊരു 5 മണി സമയത്തൊക്കെ പറഞ്ഞത്. അദ്ദേഹം കണ്ടു, അതിനുശേഷം ചർച്ച നടത്താനുള്ളവരുമായിട്ടൊക്കെ ചർച്ച നടത്തി, അതിനുശേഷം എന്നാൽ പിന്നെ രാജി എഴുതി വാങ്ങിച്ചേര് എന്ന ഒരു തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഈ രാജി വാങ്ങിയത്. പക്ഷേ രാജി വാങ്ങിക്കഴിഞ്ഞാലും രാജിയാകാതെ നിൽക്കുന്ന വിഷയങ്ങൾ അവിടെയുണ്ട് എന്നതാണ് വസ്തുത. കേരളീയ പൊതുസമൂഹത്തിൽ പാലോട് രവിയുടെ രാജി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതിനേക്കാളും അപ്പുറം ഈ വിഷയം ചർച്ചയാകാൻ പോവുകയാണ്. രാജി സ്വീകരിച്ചത് എന്തിനാണ്? പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം ഉണ്ടായതിനാണല്ലോ രാജി എഴുതി വാങ്ങുന്നത്, അല്ലെങ്കിൽ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ പാലോട് രവി ചെയ്ത കുറ്റം എന്താണ് എന്നത് കേരളം ഇനി കൂടുതൽ ചർച്ച ചെയ്യും. മാത്രമല്ല, പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് CPIM ഉം BJP യും കൃത്യമായി പ്രചരിപ്പിക്കുമെന്നതും ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ഇതിനകം തന്നെ ഇത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പാലോട് രവി മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. നേരത്തെ ഇവിടെ പ്രായമൊക്കെ സൂചിപ്പിച്ചല്ലോ. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഉമ്മൻചാണ്ടി ശക്തനായിരുന്ന കാലത്ത് MM ഹസനും പാലോട് രവിയും തമ്മിലൊക്കെ ആരാണ് ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ എന്നതിൽ ഒരു മത്സരം വരെ ഉണ്ടായിരുന്നു. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു നേതാവാണ് പാലോട് രവി. മാത്രമല്ല, അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ ഒരു ഗ്രാമീണ മേഖലയിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഈ പറയുന്ന ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അങ്ങനെ നിൽക്കുന്ന ഒരാളായി നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് പാലോട് രവി എന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്നിപ്പോൾ വലിയ ഷോമാൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ പോലെയൊന്നുമല്ല, അതിനേക്കാൾ സംഘടനാ തലത്തിലൊക്കെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബൂത്ത് തലത്തിൽ സംഘടനയ്ക്ക് ശക്തിയില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ടിലെ കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് പാളുന്നത്. 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള DCC അധ്യക്ഷൻ ഇങ്ങനെ ഉപദേശ രൂപേണ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്വയം വിമർശനത്തിലേക്ക് പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഈ പറഞ്ഞ കാര്യങ്ങളിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: BJP ശക്തരായി. ശരിയല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ BJP ശക്തരായി. കോർപ്പറേഷനിൽ അവർ പ്രതിപക്ഷ കക്ഷിയാകുന്നു. മാത്രമല്ല, തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലായാലും നല്ല പെർഫോമൻസ് ആണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കാഴ്ചവെച്ചിരിക്കുന്നത്. അതും ഒരു സത്യമാണ്. ഇനി കോൺഗ്രസ് എടുക്കാച്ചരക്കാകും, അത് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനാണ്. സ്വന്തം പാർട്ടിയെക്കുറിച്ച് 70 വയസ്സ് പിന്നിട്ട ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം എത്ര വർഷമാണെന്നത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അത്രയും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള തിരുവനന്തപുരം ജില്ലയെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അത് ഒരു സ്വയം വിമർശനമായി കണ്ടുകൊണ്ട് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ചെയ്യേണ്ടത്. അതിനു പകരം സത്യം പറഞ്ഞയാളെ ഉടനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ സത്യം ഇല്ലാതാകില്ല. സത്യം അവിടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. നിയമസഭയിൽ ഉച്ചുകുത്തി വീഴണമെന്നൊന്നും പാലോട് രവി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു നല്ല കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ വലിയ വാഴ്ത്തുപാട്ടുകളൊന്നും കിട്ടിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ സമരങ്ങൾ നയിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നാൽ മുന്നണിയിൽ വന്ന് നിൽക്കുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനാണ്. അവിടെ എവിടെയാണ് ഒരു DCC പ്രസിഡന്റിന് സ്കോപ്പ്? DCC പ്രസിഡന്റിന് ഇതുപോലെ സമരങ്ങൾ ചെയ്യുന്നതിന് സ്കോപ്പുള്ള കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒക്കെ DCC പ്രസിഡന്റിനെ നമുക്ക് കാണാം. മാർട്ടിൻ ജോർജിനെയും പ്രവീൺ കുമാറിനെയും കാണുന്നത് പോലെ പാലോട് രവിയെ കാണാൻ കഴിയാത്തതിന്റെ കാരണം തലസ്ഥാന ജില്ലയുടെ DCC പ്രസിഡന്റാണ്. തലസ്ഥാനത്ത് ഏത് സമരം നടന്നാലും ഈ പറയുന്ന വലിയ നേതാക്കളൊക്കെ അവിടെ വന്ന് നിൽക്കും. ആ വലിയ നേതാക്കളുടെ പിന്നിലല്ലേ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റൂ. അല്ലാതെ അദ്ദേഹത്തിനായി സ്വന്തമായി സമരം ഏറ്റെടുത്ത് ചെയ്യാൻ എത്രത്തോളം കഴിയുമെന്നത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതാണ് പാലോട് രവി എക്കാലവും സംഘടനയ്ക്ക് വിധേയനായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നാട്ടിലിറങ്ങി നടന്ന് സംസാരിക്കാൻ സംഘടനയ്ക്ക് എത്ര പേരുണ്ട്? അതൊരു ചോദ്യമാണ്. CPIM-നോ അല്ലെങ്കിൽ BJP-ക്കോ ഉള്ളതുപോലെയുള്ള ഒരു കേഡർ സംവിധാനമൊന്നുമില്ല. സെമി കേഡർ ആകണമെന്ന് K. സുധാകരൻ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഞാൻ ഈ അവസരത്തിൽ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ ആ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിനെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം പാലോട് രവി പറഞ്ഞതും അന്ന് K. സുധാകരൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർ സ്വീകരിക്കേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹാരം കാണാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് പാലോട് രവി പറഞ്ഞത്.
അദ്ദേഹം ഒരു DCC അധ്യക്ഷനാണ്, ആ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറയുന്നു. നാട്ടിലിറങ്ങി അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്, ടു കോട്ട് പാലോട് രവി, നാട്ടിലിറങ്ങി നടന്ന ജനങ്ങളുമായി സംസാരിക്കാൻ 10% സ്ഥലത്തെ ആളുള്ളൂ. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞു നടക്കുന്നത്. ഇത് പറയുന്നത് BJPയോ CPMോ അല്ല, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റാണ്. അപ്പോൾ പറഞ്ഞു നടക്കുന്നത് വീരവാദമാണ്, ഈ 100 സീറ്റ് എന്നൊക്കെയുള്ളത് വീരവാദമാണ് എന്ന് പറയുന്നത് പാലോട് രവിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സീറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ DCC അധ്യക്ഷ സ്ഥാനം തെറിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലും തമ്പ്രാനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തമ്പ്രാൻ അപ്പം തല വെട്ടുമല്ലോ. അതാണല്ലോ കോൺഗ്രസിലെ അവസ്ഥ. ഒറ്റ എണ്ണത്തിന് പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമോ ബന്ധമോ ഇല്ല. അതും സത്യമല്ലേ? അങ്ങനെ സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെ ക്ലോസ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്ന കാര്യം ഇതുപോലെ ലീക്ക് ചെയ്യില്ലല്ലോ റിപ്പോർട്ടറിലേക്ക് അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലേക്കൊക്കെ പിന്നീടും ഒക്കെ. ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് വേണമെങ്കിലോ. ആ സോഴ്സ് എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ തന്നെ സോഴ്സ് ആണല്ലോ. അപ്പോൾ കൃത്യമായ നടപടിയും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമോ ബന്ധമോ ഇല്ല എന്ന് അദ്ദേഹം ആരോടാണോ പറഞ്ഞത് അയാൾക്കും ഉണ്ടായിരുന്നില്ല എന്നത് ഈ പുറത്ത് വരലിലൂടെ, ഈ സംഭാഷണം പുറത്തു വന്നതിലൂടെ വ്യക്തമാവുകയാണ്. എങ്ങനെ കാലുവാരാമെന്നാണ് നോക്കുന്നത്. ഇവിടെ നൈസായിട്ട് ഇപ്പോൾ കാലുവാരിയത് പാലോട് രവിയുടേതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് അപ്പാടെ ഫലിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ഏപ്രിലിൽ നടത്തിയ ഈ സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ മാർച്ചിൽ നടത്തിയ ഈ സംഭാഷണത്തിന്റെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം പുനഃസംഘടന വരുമ്പോൾ ഇദ്ദേഹത്തെ തെറിപ്പിച്ചാലല്ലേ ആ സീറ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ DCC പ്രസിഡന്റ് ആകാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഭാഷണം നടത്തിയ ഉടനെയൊന്നും അല്ലല്ലോ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുനഃസംഘടനയിലേക്ക് കടക്കുന്ന വേളയിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാർട്ടിയുടെ ദയനീയ അവസ്ഥ അദ്ദേഹം പറയുമ്പോൾ പുതിയ നേതൃത്വം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയത്. കാരണം ഗ്രൂപ്പില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നുള്ള 2 വിഭാഗങ്ങളായി നിന്നിരുന്ന ഘട്ടത്തിൽ നിന്ന് ഗ്രൂപ്പില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നു. KC വേണുഗോപാൽ ഒരു ഹൈക്കമാൻഡ് ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് കളം മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ KC വേണുഗോപാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ അതൃപ്തരായി നിൽക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. പ്രത്യേകിച്ചും VD സതീശനൊക്കെ അത്രയും താല്പര്യമൊന്നും അതിൽ ഉണ്ടാകില്ല. കാരണം മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്ച്ച ഒരു 4 പേരെങ്കിലും കോൺഗ്രസിൽ നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പാർട്ടിയുടെ അടിത്തറ എവിടെയൊക്കെ ദുർബലമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നേതാവാണ്. പാലോട് രവി മനസ്സിലാക്കാൻ കഴിയുന്ന നേതാവാണ്. അവരെയൊക്കെ എത്രത്തോളം കേൾക്കുന്നുണ്ട് ഈ പുതിയ നേതൃത്വം യുവാക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവർക്ക് എത്രത്തോളം പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അതുകൂടി നോക്കണം. അല്ലാതെ പുതിയ നേതൃത്വത്തെ നമ്മളിങ്ങനെ വാഴ്ത്തിപ്പാടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ തിരുവനന്തപുരം നഗരസഭ, ഗ്രാമപ്രദേശങ്ങൾ, പാലോട് രവി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി അടക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ അടക്കം സംഘടനാ സംവിധാനം ദുർബലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അത് മെച്ചപ്പെടുത്താൻ കഴിയും. വരും. ഇപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ജയിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ നടത്തും, ഒരു വിസ്മയം പോലെ വിജയിക്കും. ഇത്തവണ യഥാർത്ഥത്തിൽ അവിടെ കടുത്ത മത്സരത്തിലേക്ക് പോയതാണ്. ജോയ് ജയിച്ചേക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി. കാരണം അടൂർ പ്രകാശിന്റെ പോക്കറ്റുകളിൽ വരെ കടന്നു കയറി മുരളീധരൻ വോട്ട് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ മെറിറ്റ് കൊണ്ടുകൂടിയാണ്, അല്ലാതെ പാർട്ടിയുടെ വിജയമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. ഇപ്പുറത്ത് ശശി തരൂരിന്റെ കാര്യത്തിലായാലും ആ ഒരു വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട്. 2 MP എന്നത് പറഞ്ഞ് അഹങ്കരിക്കരുത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. പാലോട് രവി പറഞ്ഞതിന് അദ്ദേഹത്തെ പുറത്താക്കുമ്പോഴും ഈ യഥാർത്ഥ പ്രശ്നം അവിടെ പരിഗണിക്കാതെ പോകരുത്. അതുപോലെ തന്നെ TVM ഇലക്ട്രേറ്റ്, ഈ 14 കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും ആ ഒരു ഇലക്ട്രേറ്റ് എടുത്ത് നോക്കണം. അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട്. അവരൊക്കെ കോൺഗ്രസിനൊപ്പമാണോ നിൽക്കുന്നത്? പരമ്പരാഗതമായി വോട്ട് കിട്ടിയിരുന്ന മേഖലകളിലൊക്കെ എങ്ങനെയാണ് BJP കടന്നു കയറിയിരിക്കുന്നത്, CPIM കടന്നു കയറിയിരിക്കുന്നത്? അതൊക്കെ അവിടെ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മുസ്ലിം വോട്ട്സിനെ കുറിച്ചുള്ള റെഫറൻസ് അത് ലീഗിനെ കൂടി ഒരു ഹിന്റായി തന്നെയാണ് അവിടെ പാലോട് രവി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 3-ാം ഊഴം ഇല്ല എങ്കിൽ ലീഗിന് ഇതേപോലെ തന്നെ മുന്നണിയിൽ ഇങ്ങനെ തന്നെ തുടരാൻ കഴിയുമോ? കാരണം അധികാരത്തിലേക്ക് അടുത്ത തവണ എത്തണം എന്നുള്ളത് അവരുടെ കൂടി ഒരു വാശിയാണ്. അവർ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള അവർ ഇപ്പോൾ അവരുടെ സീറ്റുകളിലൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ലീഗ്. അതുപോലെ കോൺഗ്രസ് എവിടെയാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബൂത്തുകൾ സജീവമാക്കിയോ? അപ്പോൾ അതൊക്കെ പാലോട് രവിയെ പോലെ ഒരാൾ മാസങ്ങൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിന് പകരം ഈ വോട്ട് സ്വിംഗ് സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ BJPയും CPM ഒക്കെ കൊണ്ടുപോയതിനു ശേഷം കരഞ്ഞിട്ട് കാര്യമില്ല ഈ പുതിയ നേതൃത്വം. Meet the editors.